അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം മഹാന്മാരായ ഔലിയാക്കന്മാരുടെ, അതുപോലെ അമ്പിയാക്കന്മാരുടെ, മറ്റ് മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ പറയുന്ന ചാനലിൽ കൂടി ഇന്ന് പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും സ്വലാത്ത് വർദ്ധിപ്പിച്ച 87 വർഷം വരെ ജീവിച്ച് 80 വർഷത്തോളം എല്ലാ നിസ്കാരങ്ങൾക്ക് പിന്നിലും എല്ലാ സമയത്തും സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശിബിലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആ ആണ്, അള്ളാഹുവേ, എനിക്ക് ഹലാലായ ഭക്ഷണമല്ലാതെ എൻ്റെ വയറ്റിലേക്ക് നീ എത്തിക്കരുതേ റബ്ബേ എന്ന് എല്ലാ സമയത്തും ദുആ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം മഹാനവറുകൾ ഒരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് കാട്ടിൻ്റെ ഒരു മധ്യത്തിലായിട്ട് ഒരു ഉർമാൻ മരം കണ്ടു. ആ ഉർമാൻ മരത്തിൽ ഇഷ്ടംപോലെ പഴുത്തു നിൽക്കുന്ന ഉർമാൻ പഴങ്ങളുണ്ട്. മഹാനവറുകൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളുമായി. ആ സമയത്ത് ഈ കാണുന്ന മരത്തിൽ നിന്ന് ഒരു പഴം പറിച്ചു തിന്നാലോ എന്നാലോചിച്ചപ്പോൾ പെട്ടെന്ന് മഹാനവറുകൾക്ക് തോന്നി, ഇത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്താണെങ്കിൽ അത് എൻ്റെ വയറ്റിലേക്കെത്താൻ കഴിയില്ല, വയറ്റിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് സ്വകാര്യ സ്വത്താവാൻ സാധ്യതയില്ല, കാരണം കാട്ടിൻ്റെ മധ്യത്തിലാണുള്ളത്. ഈ കാട് സ്വകാര്യ സ്വത്താണെങ്കിൽ തന്നെ ഇതിന് എന്തെങ്കിലും വേലിയോ മറ്റടയാളങ്ങളോ ഉണ്ടാകും. ഇതിനതൊന്നുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് പറിക്കാൻ കഴിയുമോ എന്ന് നോക്കാം, എനിക്ക് ഹലാലാണെങ്കിൽ എനിക്ക് നീ നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടി ആ മരത്തിൻ്റെ അടുക്കലേക്ക് പോയി ആ ഉർമാൻ മരത്തിലേക്ക് കൈ നീട്ടുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ കാണുന്ന മരത്തിന് ഉടമസ്ഥനുണ്ടെങ്കിൽ, ഇത് സ്വകാര്യ സ്വത്താണെങ്കിൽ ഈ പഴത്തിൽ നിന്ന് ഒരംശം പോലും എൻ്റെ വയറ്റിലേക്ക് നീ എത്തിക്കരുതേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ മരത്തിന് നേരെ ഉർമാൻ പഴം പറിക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോൾ അതാ മരത്തിൽ നിന്നൊരു ശബ്ദം പെട്ടെന്ന് പുറപ്പെടുകയാണ്, തൊട്ടുപോകരുത്, ഞാൻ ഒരു ജൂതൻ്റെ മരമാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് പഴം തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു. മഹാനവറുകൾ അപ്പം തന്നെ അള്ളാഹുവിനോട് പശ്ചാത്താപിച്ച് മടങ്ങി തിരിച്ചു പോരുകയും അതിനുശേഷം ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നിന്നും തനിക്ക് അറിയാത്ത ഒരു മരത്തിൽ നിന്നും ഒരു പഴം പോലും മഹാനവറുകൾ പറിച്ച് ഭക്ഷിച്ചിട്ടില്ല. അത്രമാത്രം സൂക്ഷ്മത പുലർത്തിയിരുന്ന മഹാനാണ് ശിബിലി റളിയല്ലാഹു അൻഹു. ശിബിലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ ഒരു കുറേ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഹലാലായത് മാത്രം ഭക്ഷിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഹറാമായ ഭക്ഷണം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും വയറ്റിലേക്ക് അല്ലാഹു തആല എത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സാലിഹായി ജീവിതം മുന്നോട്ട് നയിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.